നാഷണൽ ഹൈവേയിൽ ടോൾ ക്രോസ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ഡിസ്പ്ലേയിൽ കാണാം ബ്ലാക്ക് ലിസ്റ്റഡ് ഫാസ്ടാഗ് എന്ന്. ബാലൻസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ KYC ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ട്രാൻസാക്ഷൻസ് സ്ട്രേറ്റ് റിജക്റ്റ് ആവും. ഈ സെയിം കൺസെപ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസിലും ഉണ്ട്. എല്ലാ വർഷവും ഇൻഷുറൻസ് കമ്പനികൾ ചില ഹോസ്പിറ്റൽസിനെ ബ്ലാക്ക് ലിസ്റ്റിൽ ആഡ് ചെയ്യും. അതായത് നിങ്ങൾ ആ ലിസ്റ്റിൽപ്പെട്ട ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ ക്ലെയിംസ് അപ്രൂവ് ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരും, അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ എന്താ സംഭവിക്കുകയെന്ന്. സിമ്പിൾ ആണ്, അവിടുത്തെ എക്സ്പെൻസസോ ഒന്നും കവറേജ് കിട്ടില്ല. ക്യാഷ്ലെസ് ഫെസിലിറ്റി എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ചെയ്യാന്ന് വെച്ചാൽ അപ്രൂവ് ആവത്തില്ല. ബേസിക്കലി ക്ലെയിംസ് സ്ട്രേറ്റ് റിജക്ഷൻ ആകും. ഇതിനെയാണ് ബ്ലാക്ക് ലിസ്റ്റഡ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി ഇൻഷുറൻസ് കമ്പനികൾ എന്തിനാണ് ഹോസ്പിറ്റൽസിനെ ബ്ലാക്ക് ലിസ്റ്റിൽ ഇടുന്നതെന്ന് ചോദിച്ചാൽ, ചില ഹോസ്പിറ്റൽസ് ഇൻഷുറൻസ് കമ്പനികളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബില്ലിൽ കൃത്രിമം കാണിക്കുക, അല്ലെങ്കിൽ ഇല്ലാത്ത പ്രൊസീജിയർ ഉണ്ടെന്ന് കാണിക്കുക, ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രൊസീജിയർ പ്രിസ്ക്രൈബ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഹോസ്പിറ്റൽസ് ചെയ്യുന്നതെന്ന് കണ്ടാൽ ഇൻഷുറൻസ് കമ്പനികൾ അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ ആഡ് ചെയ്യും. ഇനി എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും അവരുടേതായ ബ്ലാക്ക് ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ടാവും. അത് മാത്രമല്ല ഈ ലിസ്റ്റ് ഇൻഷുറൻസ് കമ്പനികൾ എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വൺസ് ബ്ലാക്ക് ലിസ്റ്റിലായാൽ ട്രാൻസാക്ഷൻസ് ഇൻസ്റ്റന്റ് റിജക്റ്റ് ആണ്. ഇനി നിങ്ങൾ ഇൻഷുറൻസ് വാങ്ങുന്നത് ഡിറ്റോ വഴിയാണെങ്കിൽ പോളിസി വാങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഏരിയയിൽ സേഫ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് എമർജൻസി വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹെൽത്ത് പ്രൊഫൈൽ, ലൈഫ് സ്റ്റൈൽ, ലൊക്കേഷൻ, ബഡ്ജറ്റ് ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് പോളിസി ഏതാണെന്ന് ക്ലിയർ ആക്കാൻ ഡിറ്റോ അഡ്വൈസേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു കോൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ലിങ്ക് ബയോയിലുണ്ട്.